എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ സോൾജിയേഴ്സ് വന്ന് എയ്സിന്റെ സെല്ല് തുറക്കുകയാണ്. അതിനുശേഷം അവനെ അങ്ങനെ കൂട്ടിക്കൊണ്ട് മുൻപോട്ടേക്ക് നടക്കും. അവർക്ക് ചുറ്റുമാണെങ്കിൽ ഒരുപാട് സോൾജിയേഴ്സ് ഗണ്ണൊക്കെ പിടിച്ച് കാവല് നിൽപ്പുണ്ട്. ഇവിടെ എയ്സ് അവന് പ്രത്യേകിച്ച് ഭാവവ്യത്യാസം ഒന്നുമില്ല. തല താഴ്ത്തി അവന്റെ ബ്രദർ ലൂഫിയെ കുറിച്ച് മാത്രം ആലോചിച്ച് സ്റ്റെയർ കയറി മുകളിലേക്ക് പോവും. അപ്പൊ അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ നേവി ബേസിന് ചുറ്റുമുള്ള ജനങ്ങള് അവരാണെങ്കിൽ കാര്യമായിട്ട് എന്തൊക്കെയോ ഡിസ്കസ് ചെയ്യും. വൈറ്റ് ബിയർഡ് വരുമോ ഇല്ലയോ, യുദ്ധം നടക്കുവോ എന്നിങ്ങനെയൊക്കെ ആയിരിക്കും അവരുടെ ഇപ്പോഴത്തെ ചിന്താ വിഷയം. അതുപോലെ തന്നെ ഈസ്റ്റ് ബ്ലൂ സൈഡിലുള്ള ആൾക്കാര് അവരും വൈറ്റ് ബിയർഡിന് വേണ്ടിയാണ് വെയിറ്റ് ചെയ്യുക. അവരുടെ ഡിസ്കഷനൊക്കെ കണ്ട് ഒരു മൊട്ടത്തലയും പറയും, ഈ ഒരു യുദ്ധം ഉണ്ടായ അതൊരു ചരിത്ര യുദ്ധമായി മാറും. കാരണം ഇത്രയും വലിയൊരു ഏറ്റുമുട്ടല് ഇതുവരെ ഉണ്ടായിട്ടില്ല. എത്ര പേര് ജീവനോടുകൂടെ ഉണ്ടാവും, എത്ര പേർക്ക് ജീവൻ നഷ്ടപ്പെടും, എത്ര പേർക്ക് പരുക്ക് പറ്റും എന്നൊന്നും അറിയാൻ പറ്റില്ല. അങ്ങനെ ഒരു ഗ്രാമത്തിന്റെ ഭാഗത്ത് ഭയങ്കരമായിട്ട് ഡിസ്കഷൻ പോയിക്കൊണ്ടേയിരിക്കുകയാണ്. അപ്പൊ നോർത്ത് സൈഡിലാണെങ്കിൽ ഇപ്പോ ഒരുപാട് മഞ്ഞൊക്കെ പെയ്ത് അവിടെയുള്ള ആൾക്കാര് അങ്ങനെ തണുത്ത് വിറങ്ങലിച്ചിരിക്കും. അപ്പൊ കുറച്ചു പേര് വന്ന് ബാർ ഓണറിന്റെ അടുത്ത് എന്തുകൊണ്ട് കട തുറന്നില്ല എന്ന് ചോദിക്കും. അതിനവൻ പറയും, ഇത്രയും വലിയ പ്രശ്നം ഇവിടെ നടക്കാൻ പോവാണ്, നിങ്ങൾ ഇതൊന്നും അറിഞ്ഞില്ലേ, നാളെ ബാർ ബാക്കിയുണ്ടെങ്കിൽ ഉറപ്പായാലും ഞാൻ ഓപ്പൺ ചെയ്യുന്നു പറഞ്ഞ് അവരെ പറഞ്ഞു വിടും. മറ്റൊരു ഭാഗത്ത് വെസ്റ്റ് ബ്ലൂവില് അവിടെയും തണുപ്പത്ത് എല്ലാവരും തണുത്തുറഞ്ഞ് വെള്ളമൊക്കെ അടിച്ച് ആ നടക്കാൻ പോകുന്ന വലിയ വാറിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തുകൊണ്ടേയിരിക്കും. ഒരു ഊശാന്താടിക്കാരൻ പറയും, 2 വർഷങ്ങൾക്ക് മുൻപും ഇതുപോലെ യുദ്ധം ഉണ്ടായി, അന്നും ഞാൻ ഇവിടെ ഇരുന്ന് വെള്ളടിക്കായിരുന്നു. എല്ലാവരും പറഞ്ഞു എന്റെ കാറ്റ് പോകുമെന്ന്, പക്ഷെ എനിക്കിപ്പോഴും ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞ് അവൻ വീണ്ടും വീണ്ടും ഡ്രിങ്ക്സ് കഴിച്ചുകൊണ്ടേയിരിക്കും. മറ്റൊരു ഭാഗത്ത് കൊച്ചു കുഞ്ഞുങ്ങള് അവര് പോലും ഇപ്പൊ വൈറ്റ് ബിയർഡിന്റെ പേരൊക്കെ പറഞ്ഞ് പാട്ടൊക്കെ പാടി കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അവർക്കും വൈറ്റ് ബിയർഡ് ആരാണെന്നും എന്താണെന്നും ആളുടെ പവർ എന്താണെന്നൊക്കെ കറക്റ്റ് ആയിട്ട് അറിയാം. അപ്പോ ഒരു മലയുടെ മുകളിലായിട്ട് മറ്റൊരു പെണ്ണ്, അവളാണെങ്കിൽ കൈയൊക്കെ കൂപ്പി ഞങ്ങൾ എന്ത് ചെയ്യും ദൈവമേ എന്ന് പറഞ്ഞ് കൈയൊക്കെ കൂപ്പി പ്രാർത്ഥിക്കുകയാണ്. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് ബേസിന്റെ അടുത്തുള്ള ചില വീടുകൾ, അവിടെ മുഴുവൻ മറൈൻ ആൾക്കാരുടെ റിലേറ്റീവ്സും ഫാമിലിയും ഒക്കെയാണ് താമസിക്കുക. ആ വീടുകൾക്കെല്ലാം തന്നെ സ്ട്രോങ് ആയിട്ട് പ്രൊട്ടക്ഷൻ കൊടുത്തിരിക്കുകയാണ്. മാത്രമല്ല സാധാരണക്കാരായ ജനങ്ങളെ അവരെ മുഴുവൻ അവിടുന്ന് മാറ്റിക്കഴിഞ്ഞു. കാരണം യുദ്ധത്തില് അവർക്ക് എന്തെങ്കിലും സംഭവിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ജനങ്ങൾക്കാണെങ്കിൽ ആ ഒരു എക്സിക്യൂഷൻ അത് കാണാനായിട്ട് ദൂരെയായി CCTV ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതിനു മുൻപിൽ ഒരുപാട് ജനങ്ങൾ മാത്രമല്ല ഒരുപാട് ന്യൂസ് റിപ്പോർട്ടേഴ്സ്, ക്യാമറമാൻമാര്, അങ്ങനെ എല്ലാവരും ടബോഡി ആർക്കിപ്പലകത്തില് ആ ഒരു എക്സിക്യൂഷൻ കാണാൻ ടിവിക്ക് മുൻപിൽ നിരന്നു നിൽക്കും. പക്ഷെ അവരുടെ എല്ലാവരുടെയും സംശയം എന്തുകൊണ്ടാണ് വൈറ്റ് ബിയർഡ് അവൻ ഇത്രയും നേരമായിട്ടും അവിടേക്ക് വരാത്തത് എന്നാണ്. അവർ നെഞ്ചിടിപ്പോട് കൂടെ വൈറ്റ് ബിയർഡിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. പക്ഷെ ഒരു കാര്യം, സെക്യൂരിറ്റീസിനായി അവിടെ കൊണ്ടുവന്ന കപ്പലുകളെല്ലാം തന്നെ വൈറ്റ് ബിയർഡ് തകർത്ത് കളഞ്ഞു. പക്ഷെ വൈറ്റ് ബിയർഡ് അവിടെയുണ്ടോ ഇവിടെയുണ്ടോ എവിടെയുണ്ടോ എന്ന് ആർക്കും അറിയില്ല. കട്ട് ചെയ്ത ഇപ്പൊ സെൻഗോക്കു ഉള്ള ആ ഒരു മാൻഷൻ കാണിക്കും. അവിടെ കാർപ്പാണെങ്കിൽ ഭയങ്കര കലിപ്പില് ഇപ്പൊ ടേബിളിലൊക്കെ ആഞ്ഞടിക്കുകയാണ്. സെൻഗോക്കു എന്തോ ഒരു കാര്യം കാർപ്പിനോട് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. കാർപ്പിനാണെങ്കിൽ അത് ചെയ്യാൻ വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷെ വേറെ വഴിയില്ലാതെ അവനിപ്പോ പുറത്തേക്ക് പോകും. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ ഐലാൻഡ് അതങ്ങനെ കാണിക്കുകയാണ്. ഐലാൻഡ് മുഴുവൻ ടൈറ്റ് സെക്യൂരിറ്റി, എൻട്രൻസിൽ പോലും ജയന്റ് ആയിട്ടുള്ള ഒരുപാട് പേരെ കാവൽ നിർത്തിയിരിക്കുകയാണ്. കോട്ടയ്ക്ക് പുറത്താണെങ്കിൽ ഒരുപാട് സോൾജിയേഴ്സ്. അപ്പൊ ഒരു മെയിൻ സോൾജിയർ ആള് നിലവിളിച്ച് പറയും, ഇനിയും കുറച്ച് മണിക്കൂറിനുള്ളിൽ നമ്മൾ എയ്സിനെ എക്സിക്യൂഷൻ ചെയ്യാൻ പോവാണ്. അത് കേട്ട് എല്ലാവരും അങ്ങനെ കൈയൊക്കെ ഉയർത്തി ഷെയർ ചെയ്യും. അതിനുശേഷം ആ മറൈൻ ഫോർട്ടിന്റെ ഒരു ഔട്ട്ലൈൻ കാണിക്കും. ഇങ്ങനെയാണ് ഒരുപാട് സെക്യൂരിറ്റി ഫെസിലിറ്റീസ് ഒക്കെ കൊടുത്ത് അങ്ങനെ സ്ട്രോങ് ആക്കി നിർത്തിയിരിക്കുന്നത്. മറ്റൊരു ഭാഗത്ത് വാർലോഡ്സ് അവരും റെഡി ആയിട്ട് നിൽക്കുകയാണ്. പ്രിൻസസിന്റെ ഉള്ളിലാണെങ്കിൽ ലൂഫിയെ കുറിച്ചുള്ള ടെൻഷനാണ്. അതിനുശേഷം 3 അഡ്മിറൽസ് അവരിപ്പോ ചെയറിൽ വന്നിരിക്കുകയാണ്. ഒന്ന് അവക്കിജി, ഒന്ന് അക്കീനോ. ഈ അക്കീനോയെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ചോളൂ. അടുത്തതായിട്ട് കിസറു. കട്ട് ചെയ്ത എയ്സ് അവൻ അങ്ങനെ പതിയെ പതിയെ നടന്നു മുൻപോട്ട് വരും. അവന്റെ മുൻപിലുള്ള ആ ഡോർ തുറക്കും. അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ലൂഫി അവനാണെങ്കിൽ ലോങ് ഷോട്ടില് ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസ് കാണും. ലൂഫിക്കാണെങ്കിൽ ഭയങ്കര സന്തോഷം. അവൻ തുള്ളിച്ചാടും. ജിംബൈ, നമ്മൾ ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസിന്റെ മുൻപിൽ എത്തി. നമ്മൾ കരുതിയതുപോലെയല്ല, നമ്മുടെ കപ്പലിന് ഭയങ്കര സ്പീഡായിരുന്നു എന്നൊക്കെ പറയും. പക്ഷെ അപ്പോഴായിരിക്കും സ്നെയിലൂടെ സംസാരിച്ച ആ ഒരു നേവിക്കാരൻ പറഞ്ഞ കാര്യം അവൻ ഓർക്കുക. ആ ഒരു ഗേറ്റ് ഓഫ് ജസ്റ്റിസ് അത് ഓപ്പൺ ചെയ്യണമെങ്കിൽ അവർ തന്നെ വിചാരിക്കണം. ജയന്റ് ജിംബയാണെങ്കിൽ ആ ഗേറ്റ് എങ്ങനെ തുറക്കും എന്നാലോചിച്ച് കൺഫ്യൂസ്ഡ് ആയിട്ട് നിൽക്കും. അത് തല്ലി തുറക്കാനോ വലിച്ചു തുറക്കാനോ ഒന്നും പറ്റില്ല. ആ ഗേറ്റ് തുറക്കാതെ കടലിൽ കപ്പൽ നിന്ന ഈ കറണ്ടിൽ പെട്ട് കപ്പൽ നശിച്ചും പോവും. അപ്പോഴായിരിക്കും ബഗ്ഗി അവൻ നിലവിളിച്ച് പറയാ, ഗായ്സ്, നമ്മളിപ്പോ ഓൾമോസ്റ്റ് നമ്മുടെ ലക്ഷ്യത്തിലെത്തിയിരിക്കുകയാണ്. സോ നിങ്ങളുടെ ക്യാപ്റ്റൻ ബഗ്ഗി
അദ്ദേഹം ആരാണ്, എന്താണ്, അദ്ദേഹത്തിന്റെ പവർ എന്താണ്, ഇതൊക്കെ നിങ്ങളിപ്പോ കാണാൻ പോവുകയാണെന്ന് പറഞ്ഞ് വമ്പൻ ഡയലോഗ് അടിക്കും. ആണെങ്കിൽ അവരുടെ കത്തിയും തോക്കൊക്കെ ബഗ്ഗിക്ക് നേരെ വീശി കാണിച്ച് ബഗ്ഗിയുടെ പേര് അങ്ങനെ വിളിച്ചു പറയും. അതേസമയം ലോങ് ഷോട്ടിൽ ലൂഫി അവനിപ്പോഴും ആ ഗേറ്റ് ഓഫ് ജസ്റ്റിസിലേക്ക് തന്നെ നോക്കി നിൽക്കാണ്. എങ്ങനെ അത് തുറക്കും, അകത്തേക്ക് കയറി എങ്ങനെ എയ്സിനെ രക്ഷപ്പെടുത്തി അവനെ തിരികെ പിടിക്കും എന്നൊക്കെ ആലോചിച്ച് അവനങ്ങനെ തല പോഞ്ഞു നിൽക്കും. അതേസമയം ഇവിടെ എയ്സ് ആണെങ്കിൽ പതിയെ അങ്ങനെ നടന്ന് ആ നഗര വീതിയിലേക്ക് വരികയാണ്. എയ്സ് ആണെങ്കിൽ ചുറ്റും നോക്കും. അവിടെ ഇപ്പൊ നേവി ഒഫീഷ്യൽസും ഒരുപാട് സോൾജിയേഴ്സും മാത്രമാണ് നിറഞ്ഞു നിൽക്കുന്നത്. എല്ലാവരുടെയും കണ്ണില് എയ്സിന്റെ എക്സിക്യൂഷൻ അത് മാത്രമാണ് അവന് കാണാൻ കഴിയുക. അപ്പൊ അതേസമയം ഇവിടെ ജനങ്ങളാണെങ്കിൽ ടിവിയില് ഇപ്പൊ എയ്സ് കടന്നു വരുന്നത് കാണും. അവരുടെ ഉള്ളിലും ഇപ്പൊ വല്ലാത്തൊരു ടെൻഷൻ അങ്ങനെ കടന്നുകൂടാണ്. എയ്സിന്റെ സൈസും അവന്റെ ലുക്കൊക്കെ കണ്ട് ആ സോൾജേഴ്സും ജനങ്ങളൊക്കെ വണ്ടറടിക്കാണ്. ഇവനാണോ ഇത്രയും വലിയ പൈറട്ട്, ഇവൻ കാരണമാണോ ഇത്രയും വലിയൊരു യുദ്ധം നടക്കാൻ പോകുന്നതെന്നൊക്കെ ചിന്തിച്ച് അവരങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ഇവിടെ എയ്സിനെ അവരങ്ങനെ നടത്തി കൊണ്ടുവന്ന് അവനെ മുട്ടുകുത്തി താഴെ ഇരുത്തും. അതിനുശേഷം 2 വാൾ ക്രോസ് ആയി അവന്റെ മുൻപിലേക്ക് വെക്കുകയാണ്. ഉടനെ സെൻഗോക്കു ആണെങ്കിൽ ഇപ്പൊ കാർപ്പിനോട് പറയും, എനിക്ക് എല്ലാ കാര്യങ്ങളും എല്ലാവരോടും പറയണമെന്ന് പറഞ്ഞ് ഇപ്പോ അവിടേക്ക് വന്ന് കയറി നിൽക്കും. ഉടനെ ഒരു സോൾജിയർ ആണെങ്കിൽ അവന്റെ കയ്യിൽ ആ ട്രാൻസ്പോർട്ടർ സ്നെയില് അത് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട ജനങ്ങളെ, എനിക്ക് നിങ്ങളോട് വലിയൊരു കാര്യം പറയാനുണ്ട്. അത് പറയാനാണ് കഷ്ടപ്പെട്ട് ഞാനിതിന് മുകളിലേക്ക് കയറിയത്. എയ്സിനെ ഞങ്ങൾ കൊല്ലാൻ ഉദ്ദേശിച്ചതിന് കാരണം അത് നിങ്ങൾ കരുതും പോലെ അവൻ വെറും ഒരു പൈറട്ടായതുകൊണ്ട് മാത്രമല്ല. ആളുകൾക്കാണെങ്കിൽ അവൻ പറയുന്നത് കേട്ട് ഭയങ്കര കൺഫ്യൂഷൻ ആവും. മാത്രമല്ല കാർപ്പ് ആൾ അതിലും കൂടുതൽ ടെൻഷനായിട്ട് അങ്ങനെ നോക്കി നിൽക്കും. സെൻഗോക്കു പറയും, ഇവന്റെ അച്ഛൻ അതാരാണെന്ന് നിങ്ങൾക്കറിയോ? അത് അവൻ തന്നെ പറയുന്നു പറഞ്ഞ് എയ്സിനോട് അവന്റെ അച്ഛന്റെ പേര് പറയും. എയ്സ് പറയും, എന്റെ അച്ഛന്റെ പേര് വൈറ്റ് ബിയേർഡ്. അതിന് സെൻഗോക്കു ചിരിക്കും, സത്യം പറയും, നിന്റെ റിയൽ അച്ഛന്റെ പേരാണ് ഞാൻ ചോദിച്ചത്. അവൻ തറപ്പിച്ചു പറയും, എന്റെ അച്ഛന്റെ പേര് അത് വൈറ്റ് ബിയേർഡ് തന്നെയാണ്, മറ്റാരും എനിക്ക് അറിയില്ല എന്ന് പറഞ്ഞ് ഇപ്പൊ സെൻഗോക്കുവിനെ നോക്കും. അപ്പോഴായിരിക്കും സെൻഗോക്കു പറയാ, ആക്ച്വലി ഞങ്ങൾ ഇവനെ കുറിച്ച് അന്വേഷിച്ചപ്പോഴാണ് ഇവന്റെ അച്ഛൻ ആരാണ് എന്ന് ഞങ്ങൾക്ക് മനസ്സിലായത്. അങ്ങനെ ഒരാളുടെ മകനെ അവനെ വെറുതെ വിടാൻ ഞങ്ങൾക്ക് തോന്നിയില്ല. ഇവന് വേണ്ടിയുള്ള അന്വേഷണം ഞങ്ങൾ ഒരുപാട് നടത്തി. ഞങ്ങൾ ഇവനെ അന്വേഷിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കി എയ്സിന്റെ അമ്മ അവര് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു. ഞങ്ങൾ വീണ്ടും ഓരോരോ ഗ്രാമങ്ങളിലൂടെയും തെരുവിലൂടെയും അലഞ്ഞു ഇവന് വേണ്ടി. സൗത്ത് ഈസ്റ്റിലാണ് എയ്സിന്റെ അമ്മ ഉള്ളതെന്ന് മനസ്സിലാക്കിയ ഞങ്ങൾ അവിടേക്ക് എത്തി. പക്ഷേ എയ്സിന്റെ അമ്മ ആ കാര്യം മനസ്സിലാക്കി 10 മാസത്തിന് പകരം 20 മാസം അവർ എയ്സിനെ അവരുടെ വയറ്റിൽ ചുമന്നു. ജനങ്ങൾക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവരാണെങ്കിൽ വണ്ടറടിച്ച് ഇപ്പൊ പരസ്പരം നോക്കും. സെൻഗോക്കു പറയും, 20 മാസങ്ങൾക്ക് ശേഷം അവർ എയ്സിനെ പ്രസവിച്ചു. പക്ഷേ അവരുടെ സ്ട്രെങ്ത് അത് നശിച്ചു പോയതിനെ തുടർന്ന് എയ്സിന്റെ അമ്മ പ്രസവത്തോടു കൂടെ മരിച്ചു. എയ്സ് ജനിച്ചത് എയ്സിന്റെ പപ്പ മരിച്ച് 1 വർഷവും 3 മാസത്തിനും ശേഷമാണ്. ഞാൻ ഈ ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും ദുഷ്ടനായ മനുഷ്യൻ, ഏറ്റവും വൃത്തികെട്ടവൻ അവന്റെ മകനാണ് നീ. എയ്സ്, ഇനിയെങ്കിലും നീ ആരുടെ മകനാണെന്ന് പറ. എയ്സ് ആണെങ്കിൽ അത് കേട്ട് പല്ല് കടിക്കും. കാർപ്പ് മറ്റൊരു ഭാഗത്ത് അവൻ പറയുന്നത് കേൾക്കാനായി കാത്തിരിക്കും. ജനങ്ങളും സോൾജേഴ്സും ആണെങ്കിൽ ഇവിടെ എന്താ നടക്കുന്നതെന്ന് മനസ്സിലാവാതെ അവരിപ്പോഴും ഭയങ്കര കൺഫ്യൂഷനിലാണ്. എയ്സ് മറ്റാരുടെയും മകനല്ല, അവൻ സാക്ഷാൽ ഗോൾഡ് ഡി റോജറുടെ മകനാണ്. ഈ കാര്യം ഞാൻ ഗസ് ചെയ്തു. കൂട്ടുകാരെങ്കിലും ഗസ് ചെയ്തിട്ടുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. എന്തായാലും നമ്മുടെ എയ്സ് ആൾ ചില്ലറക്കാരനല്ല. സബോർഡിനേറ്റ് ആർക്കിപ്പലകത്തിലുള്ള എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസ് ആയിട്ട് നിൽക്കാണ്. ഇവിടെ എയ്സിനാണെങ്കിലും അവന്റെ പപ്പയെ ഒട്ടും ഇഷ്ടമല്ല. ന്യൂസ് റിപ്പോർട്ടേഴ്സ് ആണെങ്കിൽ അതൊരു ഹോട്ട് ന്യൂസ് ആയിട്ട് പബ്ലിഷ് ചെയ്യും. അപ്പൊ അവിടുന്ന് അങ്ങനെ സൂം ചെയ്ത് എയ്സ് അവൻ വമ്പം കലിപ്പില് പല്ലൊക്കെ കട്ടിച്ച് അങ്ങനെ തല താഴ്ത്തിയിരിക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.